ഓം ശാന്തി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ ഒരു വലിയ വിജയഗാഥ പറയാൻ വേണ്ടിക്കൊണ്ടാണ്. എനിക്ക് തന്നെ കേട്ടപ്പോൾ വിശ്വസിക്കാൻ പോലും ആയിട്ടില്ല. പക്ഷേ അവരുടെ സ്വന്തം അനുഭവമാണ്. നിങ്ങളും ഒരുപക്ഷെ കേൾക്കുമ്പോൾ ഇത് പോസിബിൾ ആണെന്നൊക്കെ തോന്നും. ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടി വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നിങ്ങൾക്ക് വലിയ കടമാണ്, ലോണാണ്, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും സമയമെടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പറയാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഞാനിത് പറയാൻ കാരണം ഒരാൾ ഒരു ദിവസം ഒരു 30,000 വട്ടത്തിലധികം പറഞ്ഞുകൊണ്ട് 30,000 വട്ടത്തിലധികം പറഞ്ഞുകൊണ്ട് 30,000 തവണയിലധികം പറഞ്ഞുകൊണ്ട് അവരുടെ വലിയ ലോണിനെ 1 മാസം കൊണ്ട് അവർ ക്ലോസ് ചെയ്തു. അവരുടെ അനുഭവം കേട്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും ഇക്കാര്യം പറഞ്ഞു തരണമെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യണം. അവരവരുടെ ലൈഫിൽ ഉപയോഗിച്ചിരുന്നൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ലോണാണ്. പലതവണ ജപ്തി ഓർഡർ വരും, പിന്നെയും പൈസ അടയ്ക്കും, പിന്നെയും രക്ഷപ്പെടും, പിന്നെയും പൈസ അടയ്ക്കും. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ലോൺ, അതൊന്നും രക്ഷ കിട്ടുന്നേ ഇല്ല. ആ സമയത്ത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ക്ലാസ് കേട്ട് അദ്ദേഹത്തിന് കിട്ടിയ മോട്ടിവേഷനിലൂടെ അദ്ദേഹം തുടങ്ങിയതാണ്. ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഈ പേര് പറയുന്നില്ല എന്ന് വെച്ചാൽ, ഇക്കാര്യം ഷെയർ ചെയ്യുമ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിസ്റ്ററോട് ഞാൻ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ സിസ്റ്റർ ഒരു വീഡിയോയിൽ എൻ്റെ പേരൊരിക്കലും പറയരുത്, ഈ കാര്യം പറഞ്ഞോളൂ, ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാവട്ടെ, പക്ഷേ ആരായിട്ടും എൻ്റെ പേരോ എന്നെയോ വെളിപ്പെടുത്തരുത് എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും വലിയൊരു റിസൾട്ടായിട്ട് കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പേര് പറയാതെ ഇക്കാര്യത്തിന് ഷെയർ ചെയ്യുന്നത്. അതിലൊരു സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു 30,000 തവണയിലധികം പറഞ്ഞു, താങ്ക് യു മണി, താങ്ക് യു മണി, താങ്ക് യു മണി, താങ്ക് യു മണി. ഇത് എത്ര തവണ പറയാൻ പറ്റുമോ പറഞ്ഞു. എങ്ങനെ ഈ 30,000 തവണ പറഞ്ഞു എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു തരം കൗണ്ടിങ് ആയിട്ടുള്ള സാധനമുണ്ട്. മോതിരം പോലെ നമ്മുടെ വിരലിൽ ഇട്ടിട്ട് അതിൽ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ തൻ്റെ എഫേർട്ടിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്ത് ഒരു ദിവസം 30,000 തവണ, ചിലപ്പോൾ 35,000 തവണയൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ട്. അത്രേ ചില ദിവസം 33,000 ആയിരിക്കും. മിനിമം 30,000 തവണ ഈ കാര്യത്തിന്. വലിയ വാക്കൊന്നുമില്ല, കുറേ മന്ത്രമൊന്നുമില്ല. താങ്ക് യു മണി, താങ്ക് യു മണി, താങ്ക് യു മണി. വെറുതെ പറയല്ല, സന്തോഷത്തോടു കൂടി. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ നഷ്ടമായത് എൻ്റെ കെയർലെസ്നെസ് കൊണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിലുള്ളതായിട്ടുള്ള എൻ്റെ എക്സ്പെർട്ടീസിൻ്റെ കുറവ് കൊണ്ട്, ഞാൻ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ എനിക്ക് നഷ്ടമുണ്ടാവില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ ശേഷം മണിയുടെ അടുത്ത് താങ്ക് യു മണി, താങ്ക് യു മണി, താങ്ക് യു മണി എന്ന് ഹൃദയത്തിൽ നിന്ന് നീ വന്നതിൽ, എന്നെ സഹായിച്ചതിൽ, പൈസ വരുന്നു, ഞാൻ ഫ്രീ ആയി, ഞാനിപ്പോൾ ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിക്കുകയാണ്, ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കുന്നു, ഇങ്ങനെയുള്ള നല്ല നല്ല തോട്ട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ധനത്തെ കണ്ട് അതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ധനത്തിനോട് 30,000 തവണ ഒരു ദിവസം, 30,000-ലധികം തവണ ഒരു പ്രാവശ്യം താങ്ക് യു മണി പറഞ്ഞത്രേ. പറഞ്ഞെനിക്ക് ആ സമയത്തൊരു ലഹരിയായിരുന്നു. വേറെ ഒന്നും എൻ്റെ മനസ്സിൽ വരില്ല. എപ്പോൾ ഫ്രീ ആയാലും താങ്ക് യു മണി, താങ്ക് യു മണി, താങ്ക് യു മണി. ആ ലെവലിൽ ഞാൻ ആ ഒരു താങ്ക് യു എന്നുള്ളതായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡിനെ ഞാൻ യൂസ് ചെയ്തു. ഒരു മാസം കഴിയുമ്പോഴത്തേക്കും 10 ലക്ഷം തവണ ഞാൻ താങ്ക് യു മണി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ താങ്ക് യു മണി 10 ലക്ഷം തവണ പറഞ്ഞത് വെറുതെ ഒരു വാക്ക് പറഞ്ഞതല്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഫീൽ ചെയ്തുകൊണ്ട്, മണി എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, മണി എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു, മണി എന്നെ സ്നേഹിക്കുന്നു, മണി അൺലിമിറ്റഡ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആയിരിക്കുന്നു. ഓരോ പ്രാവശ്യവും ഓരോരോ ടൈപ്പിലാണ് വിചാരിച്ചത്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ധനം വന്നു എന്നും ഞാൻ ആ ഫ്രീഡം നേടി എന്നുള്ളതായിരിക്കുന്ന ആനന്ദം അനുഭവിച്ചു കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വണ്ടർഫുൾ ആയിരിക്കുന്ന ഫാക്ടർ, ഒരു മാസം കഴിഞ്ഞപ്പോൾ വലിയൊരു തുകയാണ് വീടാണ്ടായിരുന്നതായിട്ടുള്ള കടം. ആ ഒരു തുക അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സിലൂടെ ഒരു ഓഫർ കിട്ടുകയും അത് വലിയൊരു ഗിഫ്റ്റായി വരും, വലിയൊരു എമൗണ്ട് വരും. മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടാനുണ്ടായിരുന്നൊരു തുക തിരിച്ചു കിട്ടി. പിന്നെ ഒരു ബിസിനസ്സിലൂടെ വലിയൊരു എമൗണ്ട് വന്നു. പിന്നെ അദ്ദേഹത്തിന് ചെറിയൊരു സഹായം വേറെ ആളെടുത്ത് ഗിഫ്റ്റായിട്ട് വന്നു ചേർന്നു. ഏതൊക്കെ വഴികളിലൂടെ വന്നെന്നറിയോ?
പറയുന്ന അനുഭവം എന്താ വെച്ചാൽ, ഞാൻ കാണുമ്പോൾ ഒരു വഴി മാത്രം ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ധനം ഈ ഭൂമിയിൽ മുഴുവനുണ്ട്, ആകാശത്തും ധനമുണ്ട്, താഴത്ത് നിധികളായിട്ട് കുറേ ധനങ്ങളുണ്ട്, റൂമുകളിൽ ആൾക്കാർ കൂട്ടിയിട്ട് വെച്ച പൈസയുണ്ട്, പൈസ മേലെ കൂടെ എൻ്റെ അടുത്ത് പറന്നു വരുന്നു, താഴ്ന്നു വരുന്നു, ചുറ്റും നിന്നും എല്ലായിടത്തും എൻ്റെ അടുത്തേക്ക് പൈസ വരികയാണ്. പൈസ എൻ്റെ സ്നേഹത്തെ കണ്ടുകൊണ്ട്, എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിനെ സ്വീകരിച്ചുകൊണ്ട് എന്നിലേക്ക് ഒഴുകി വരികയാണ്. ഞാൻ നടക്കുമ്പോഴും വരുന്നുണ്ട്, എൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴും വരുന്നു, എല്ലാം എപ്പോഴും ഇത് തന്നെയായിരുന്നു എൻ്റെ ഫീൽ. താങ്ക് യു മണി, താങ്ക് യു മണി, താങ്ക് യു മണി. വന്ന ധനത്തിന് മുഴുവൻ ഞാൻ താങ്ക്സ് പറഞ്ഞുകൊണ്ട് മുന്നേറി വണ്ടർഫുള്ളായിട്ട് എനിക്ക് ഒരു മാസം കൊണ്ട് എൻ്റെ മുഴുവൻ കടങ്ങളും വീട്ടാൻ പറ്റി. അപ്പോൾ സിസ്റ്റർ ഈ വീഡിയോ ആർക്കും പറഞ്ഞു കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല, ഈ ഒരു ഫാക്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതായിട്ട്. 30,000 തവണ എന്ന് പറയുന്നത് ശ്രമിച്ചാൽ പറ്റുന്ന കാര്യമാണ്. പക്ഷെ കേൾക്കുമ്പോൾ നമുക്കതൊരു വലിയ ഡിജിറ്റായിട്ട് തോന്നിപ്പോവും. ഒരുപാടൊന്നും പറയുന്നില്ല, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അത് വളരെ ഈസിയായി പറയാവുന്നതാണ്. സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, ഇമോഷണലി ഹാപ്പി ആയിക്കൊണ്ട് ആ താങ്ക് യു എന്നതായിരിക്കുന്ന മണിമന്ത്രം, താങ്ക് യു മണി നിങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിൽ നിങ്ങൾക്കും എത്ര വലിയ കടത്തുനിന്ന് രക്ഷപ്പെടാനുള്ളതായിരിക്കുന്നൊരു വിധിയാണ്. ഈ ഷെയർ ചെയ്താലുള്ള സന്തോഷവും അവരുടെ ഫീലിങ്സും കണ്ടതാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരണം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കടത്തിൽ നിന്ന് ഫ്രീഡം വേണമെന്ന തീവ്രമായ ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ആണോ, നിങ്ങൾക്ക് സമയമെടുത്ത് പതുക്കെ വീട്ടാം. അതല്ല, നിങ്ങൾക്ക് തീവ്ര ഇച്ഛയുണ്ടെങ്കിൽ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാ കടങ്ങളിൽ നിന്നും ഫ്രീഡം കിട്ടിക്കൊണ്ട് സാമ്പത്തികമായ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. എൻ്റെ വാട്സപ്പ് നമ്പർ മാറ്റിയിരിക്കുകയാണ്. പുതിയ വാട്സപ്പ് നമ്പർ 9747111369 ആണ്. അപ്പോൾ ഇനി എനിക്ക് വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജോ അതല്ലെങ്കിൽ വോയിസ് മെസ്സേജോ ഒക്കെ അയക്കുന്നവർ ഈ നമ്പറിലാണ് അയക്കേണ്ടത് കേട്ടോ. ഓം ശാന്തി. താങ്ക് യു.